നോക്കൂ, നമുക്ക് കാസർകോട്ടേക്ക് പോയാൽ അവിടെ കുമ്പള ടോൾ പ്ലാസയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു യുവാവ്. കുമ്പള പോലീസിനെതിരെ DGPക്കും മനുഷ്യാവകാശ കമ്മീഷനുമാണ് ബോവിക്കാനം സ്വദേശി റിയാസ് പരാതി നൽകിയത്. 6 മാസമുള്ള കുഞ്ഞും സ്ത്രീകളും ഉള്ളപ്പോൾ കാറിൽ നിന്ന് പോലീസ് വലിച്ചിറക്കി എന്നാണ് പരാതി. വീഡിയോ എടുക്കണ്ടേ? പോലീസ് നടപടിക്കെതിരെ ഇന്ന് വൈകിട്ട് കുമ്പള പോലീസ് സ്റ്റേഷനിൽ UDF പ്രതിഷേധിക്കുന്നുമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. അരുൺ, ഇത്തരത്തിൽ കുഞ്ഞും ഒക്കെയായി കുടുംബവും ഒക്കെയായി സഞ്ചരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പിടിച്ചു വലിച്ചൊക്കെ പുറത്തിറക്കേണ്ടി വന്നത്? ഏതായാലും പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതല്ലേ? വിനീത, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ബോവിക്കാനം സ്വദേശിയായിട്ടുള്ള റിയാസും കുടുംബവും, അതിൽ 3 സ്ത്രീകളും അതോടൊപ്പം തന്നെ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞും ആ കാറിലുണ്ടായിരുന്നു. അവർ കർണാടക ഉള്ളാളിലെ ഒരു പള്ളിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ച് കാസർകോട്ടെ ബോവിക്കാനത്തെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ടോൾ പിരിവിന് ആ സ്ഥലത്ത് ടോൾ ബൂത്തിൽ വെച്ച് ടോൾ ജീവനക്കാരുമായി ഈ റിയാസ് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ഫാസ്ടാഗിൽ ടോൾ ഈടാക്കിയതിന് ശേഷവും ഈ ടോൾ ബാർ കാറിന് മുകളിലേക്ക് വീണു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തർക്കത്തിന് കാരണം. ആ തർക്കത്തിനിടെയാണ് പോലീസ് അവിടെ എത്തിയത്. അതിനുശേഷം ഈ ഗതാഗത കുരുക്കുണ്ട്, വാഹനം മാറ്റാൻ റിയാസിനോട് ആവശ്യപ്പെട്ടു. ഇത് മാറ്റിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് റിയാസിനെ ആ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ റിയാസ് പറയുന്നത് തന്റെ ഭാഗമൊന്നും കേൾക്കാതെ പോലീസ് അത്തരമൊരു നടപടി സ്വീകരിച്ചുവെന്നാണ്. കുഞ്ഞും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സമയത്ത് അതൊന്നും പരിഗണിക്കാതെ പോലീസിന്റെ ക്രൂരതയുണ്ടായി എന്നതാണ് ഈ റിയാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും DGP സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ഇപ്പോൾ റിയാസ് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പോലീസ് പറയുന്നത് ആ ടോൾ ബൂത്തിൽ റിയാസ് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കി, വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും മാറ്റിയിട്ടില്ല. മറ്റ് മാർഗമില്ലാതെയാണ് റിയാസിനെതിരെ അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതുമാത്രമല്ല, റിയാസിനെതിരെ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് UDF കുമ്പള പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ കുമ്പള ടോളുമായി ബന്ധപ്പെട്ട് കുറേ ദിവസമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ബോവിക്കാനം സ്വദേശിയായിട്ടുള്ള റിയാസ് വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ചേരുന്ന വിശദാംശങ്ങളെ. നോക്കൂ, കൈക്കുഞ്ഞുമായും കുടുംബവുമായൊക്കെ ഇരിക്കുമ്പോഴാണ് അത്തരത്തിൽ പിടിച്ചു വലിച്ചു പുറത്തിറക്കുകയാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് പരാതിയും പ്രതിഷേധവും ഒക്കെ ആയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.